കേരളത്തിൽ സാധാരണ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇൻഡെക്സിൽ നമ്പർ 1 ആണെന്ന് പറയുന്നു. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് പറയുന്നു. 21 പുരസ്കാരങ്ങൾ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ തന്നെ നീതി ആയോഗ് അടക്കം നൽകുന്നു. അപ്പോൾ കേരളത്തിൻ്റെ മികച്ച പെർഫോമൻസ് അല്ലേ അക്കാദമിക് മേഖലയിലാണെങ്കിലും ശരി, സാമൂഹിക ജീവിത രംഗത്താണെങ്കിലും എന്ന് ഞാൻ കരുതുന്നില്ല. മികച്ച പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്കും ഇന്ന് തുടങ്ങിയപ്പോൾ 30,000 രൂപയായിരുന്നു കടം, ഇന്ന് 1.25 ലക്ഷം. എവിടെയെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഒരു സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതി പോയി കടമെടുക്കാൻ വേണ്ടി 3.5-4 കോടി രൂപ ഫീസ് കൊടുത്ത് വക്കീലിനെ വെച്ച് കടമെടുക്കാൻ വേണ്ടി ഓടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ കേന്ദ്ര സർക്കാർ 205 ലക്ഷം കോടി രൂപ കടമുണ്ട്. ഞാൻ പറയണത് നമ്മുടെ വീട്ടിൽ ഒരു അച്ഛനുണ്ടെന്ന് വിചാരിക്കോ, അച്ഛൻ്റെ ഉദ്ദേശം എന്നതാ മക്കളും എല്ലാവരും സുരക്ഷിതരാണ്. ഫെഡറലിസത്തെ താങ്കൾ കണക്കാക്കുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെയാണ്. തീർച്ചയാണ്, ഇതൊരു അച്ഛനും മക്കളുമുള്ള റിലേഷൻഷിപ്പാണ്. കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കുന്നത് ഈ 192 കോടി വോട്ടേഴ്സ് ഉണ്ട്. 92 കോടി വോട്ടേഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളാണ് ഡൽഹി ഭരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ 2 കോടി വോട്ടേഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളാണ് തിരുവനന്തപുരം ഭരിക്കുന്നത്. ഇതൊരു ബന്ധമാണ്, ഫാമിലി ബന്ധമാണ്. ഇന്ത്യ എന്നുള്ള ഫാമിലിയാണ്. ഡൽഹി ഇരിക്കുന്നത് ശരിക്കും രക്ഷകർത്താവാണ്. അടുത്ത കൊച്ചനിയനാണ് തിരുവനന്തപുരത്തിരിക്കുന്നത്, അതിന് അനിയന്മാരാണ് താഴോട്ടിരിക്കുന്നത്. ആ ഫാമിലി ബന്ധം തന്നെയാണ് ഒരു രാഷ്ട്രബന്ധം. ഓക്കെ, അപ്പോൾ ഈ വോട്ടർമാരെടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു പൾസ് കിട്ടുന്നത്? ഇപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് എനിക്കറിയാം, കണക്കുകളൊക്കെ നോക്കിയാണ് വന്നത്. മലപ്പുറത്തെ പറ്റി പഠിച്ചു. മലപ്പുറത്ത് 41 ലക്ഷം ജനമുണ്ടെന്ന് പഠിച്ചു. വോട്ടേഴ്സ് നോക്കിയാൽ 14.3 ലക്ഷമാണെന്ന് പഠിച്ചു. ഇവിടുത്തെ ഡെമോഗ്രാഫി നോക്കിയപ്പോൾ 70% മുസ്ലിങ്ങളാണെന്ന് പഠിച്ചു. ഇവിടുത്തെ പൊളിറ്റിക്സ് നോക്കിയപ്പോൾ കഴിഞ്ഞ 18 എംപിമാരിൽ 1 എംപി കമ്മ്യൂണിസ്റ്റും ബാക്കി 17 എംപിമാരും മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണെന്ന് പഠിച്ചു. ഈ മുസ്ലിം ലീഗ് എംപിമാരായാലും കമ്മ്യൂണിസ്റ്റ് എംപിമാരായാലും ഡൽഹിയിൽ നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത് ഓൾമോസ്റ്റ് 0 ആണെന്ന് എനിക്ക് മനസ്സിലായി. താങ്കൾ ഒരു കാലത്ത് അംഗമായിരുന്ന ലീഗിലെ നേതാക്കളെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ലീഗിനെ ഞാൻ കുറ്റം പറയല്ല. ഞാൻ അന്നൊക്കെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എം പി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫ്ലൈറ്റിൽ കയറി പോകാനും വരാനുള്ള അല്ല. എം പി എന്നൊരാൾ കയറിക്കഴിഞ്ഞാൽ അവന് ടൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ പറയണം അവൻ്റെ കഷ്ടകാലം എന്നാണ് പറഞ്ഞത്. കാര്യം അവൻ്റെ റെസ്പോൺസിബിലിറ്റി അത്രയും 41 ലക്ഷം ജനങ്ങളോടാണ്. അവിടുത്തെ വികസനം അവൻ്റെ ലക്ഷ്യമാണ്. ഏത് പ്രോജക്റ്റ് എഴുതണം, എവിടെയെല്ലാം പോയി മിനിസ്ട്രി പോയി ഫോളോ അപ്പ് ചെയ്യണം, അത് കൊണ്ടുവരണം, എക്സിക്യൂട്ട് ചെയ്യണം. ഇത് ചെറിയ ജോലിയല്ല. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം റിയലിസ്റ്റിക് ആയി നോക്കുമ്പോൾ ഈ പറയുന്ന താങ്കൾ കൃത്യമായി കണക്കുകൾ എടുത്തു വെച്ച മലപ്പുറത്തിലെ വോട്ടർമാരിൽ എത്ര വോട്ട് താങ്കൾക്ക് കിട്ടുമെന്നാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ കയറി പറഞ്ഞ് ഞാൻ ഒരാൾ ചോദിക്കുമോ, ഞാൻ ചാടി കയറി 75% വോട്ട് കിട്ടിയ എൻ്റെ ഒരു ഇൻഫന്റ് പാർട്ടിയല്ലേ, അത് കയറി ഞാൻ ജയിക്കുമെന്ന് ചാടി പറഞ്ഞെന്ന് ഒരു നിങ്ങൾ വട്ട് പറയണത് അല്ലേ? ഞാൻ അങ്ങനെ വട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആദ്യത്തെ ഒബ്സർവേഷൻ, ദിസ് ടൈം ദ ഫൈറ്റ് വിൽ ബി ടഫ്. NDA എന്ന് പറയുന്ന പാർട്ടി നല്ലൊരു ടഫ് ഫൈറ്റ് കൊടുക്കും. ഒരു 2-3 ദിവസം കൂടെ കഴിയട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇൻഡിക്കേഷൻസ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നത്, എന്തുകൊണ്ട് ഇൻഡിക്കേഷൻസ് വരുന്നത് പോസിറ്റീവ് ആവുന്നു ഞാൻ പറയാം. ഒന്ന്, മോഡിജി കൊണ്ടുവന്ന 10 കൊല്ലം കൊണ്ടുവന്ന 300-ലധികം പ്രോഗ്രാംസ് കിട്ടാത്ത മനുഷ്യർ മലപ്പുറത്തില്ല. ഉദാഹരണം, 7.5 ലക്ഷം പേര്, 14,07 ലക്ഷം പേർക്ക് അരി കിട്ടുന്നു, ഫ്രീ അരി. എല്ലാവർക്കും വാക്സിൻ കിട്ടുന്നു. 3.5 ലക്ഷം പേർക്ക് ഫ്രീ ആയുഷ്മാൻ മറ്റേ ലൈഫ് ഇൻഷുറൻസ് കിട്ടുന്നു. 1 ലക്ഷം പേർക്ക് കിസാൻ സമ്മാൻ നിധി എന്ന് പറയാൻ 34,000 രൂപ ഇതേവരെ കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്തോട്ടെ. അതൊരു പ്രധാനപ്പെട്ട വികസന മന്ത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ഒരു ഉണർവ് എല്ലാവരുടെയും മനസ്സിലുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞുതരാം, മുത്തലാഖ് കൊണ്ടുവന്ന ഒരു ഇമ്പാക്റ്റ് രഹസ്യമായെങ്കിലും മുസ്ലിം സ്ത്രീകൾ സന്തോഷിക്കുന്നു, കോൺഫിഡൻസോട് നിൽക്കുന്നു. തട്ടത്തിനടിയിൽ പോലും മോഡിജിക്ക് ഫേവറബിൾ ആയിട്ട് ഒരു വികാരമുണ്ട്. മുത്തലാഖിൽ ഈ മൊഴി ചൊല്ലുന്ന ഭർത്താക്കന്മാരെ ക്രിമിനലൈസ് ചെയ്തതിന് താങ്കൾ അംഗീകരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയാം ഒരു കാര്യം, അതിൻ്റെ ഫിലോസഫിയാണ് ഞാൻ പറയേണ്ടത്. UP 26 കോടി ജനങ്ങളുണ്ടെന്ന് നമുക്കറിയാമോ? അതിൻ്റെ 5.5 കോടിയോളം മുസ്ലിങ്ങളാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ മുത്തലാഖ് കിടന്നതും അവിടെയാണെന്നറിയാമോ? ഡെയിലി മാറി നടന്നു. ഇവിടെയെങ്കിലും അത് കാര്യമായിട്ടില്ല, നടക്കുന്നതും അവിടെയായിരുന്നു. ഇത് കണ്ട് മരം മടുത്തിട്ടാണ്. അല്ല, മുത്തലാഖ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഒരു നിയമം, പേഴ്സണൽ ലെവലിലെ ഒരു നിയമം, ലിംഗനീതിക്ക് ഉതകുന്നതല്ലെങ്കിൽ മാറ്റേണ്ടതാണ്. പക്ഷേ അത് ക്രിമിനലൈസ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ? അതൊക്കെ നമ്മുടെ ഈ പ്രൊസീജിയർ വരുമ്പോൾ ഉള്ള ചില ഫ്ലോസ് അല്ലേ. ആ ഫ്ലോസ് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തപ്പെടണം. ക്രിമിനലൈസ് ചെയ്തത് തെറ്റാണെന്ന് ജനം അംഗീകരിച്ചാൽ
ഒരു തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കുന്നതിന് പകരം തെറ്റാണെന്ന് തോണ്ടി അത് തിരുത്തണം. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അടിയൊഴുക്കുകൾ ശക്തമാണ്. അടിയൊഴുക്കുകൾ ശക്തമാണ്. രണ്ട് കറക്റ്റ് വേർഡ്. മോദിയുടെ ഗ്യാരണ്ടി ശക്തമായ അടിയൊഴുക്ക്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ് മുത്തലാക്കിയിട്ടുണ്ട്. രണ്ടാമത്, വികസനം വരാതെ വികസനം ദാഹിച്ചു നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങൾ ഇവിടെയുണ്ട്. ഈവൻ മുസ്ലിം ലീഗിൽ പോലും ഡിസാറ്റിസ്ഫൈഡ് ആയ ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ 18 കൊല്ലം പോയിട്ട് ഞാൻ ചോദിക്കട്ടെ, എല്ലാ പ്രാവശ്യവും ചില ആൾക്കാർ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയാണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, 33% സീറ്റ് പെണ്ണുങ്ങൾക്ക് റിസർവ് ചെയ്ത മോഡി ഗവൺമെൻറ്റിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റും അത് തന്നെയാണ്, ഇടതും വലതും പാർട്ടികൾ എവിടെ ഈ പെൺ റിസർവേഷൻ എവിടെ? ഈ പെണ്ണുങ്ങൾക്ക് ഇക്വാളിറ്റി വരുമ്പോഴത്തേക്ക് പൊളിറ്റിക്സിൽ ഇക്വാളിറ്റി വേണ്ടേ? അവർക്ക് ജെൻഡർ ഇക്വാളിറ്റി ഇവിടെ ഉണ്ടോ? ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എവിടെ? പർട്ടിക്കുലർലി മുസ്ലിം വിമൻ. കേരളത്തിലാണോ അതല്ല ഉത്തർപ്രദേശോ അല്ലെങ്കിൽ മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണോ ലിംഗനീതി കൂടുതൽ ശക്തമായിരിക്കുന്നത്? കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നത്, സ്ത്രീകൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നത്? ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടില്ലെങ്കിലും കോമൺ സെൻസിൽ ഞാൻ പറയാം, വിദ്യാഭ്യാസം കൂടുന്നിടത്ത് ലിംഗനീതി കൂടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ലിംഗനീതി കൂടുമെന്ന് പറയാം. എന്നിരുന്നാലും ഞാൻ ചോദിക്കട്ടെ, 70% മുസ്ലിം എന്ന് പറയാൻ 41-ൻ്റെ 70% 30 ലക്ഷം മുസ്ലിങ്ങൾ, അതിൻ്റെ പകുതി പെണ്ണുങ്ങൾ, 15 ലക്ഷം പെണ്ണുങ്ങളിൽ പൊളിറ്റിക്സിൽ പോകാൻ കൊള്ളാവുന്ന ആരുമില്ലേ? ഇവിടെ സ്പേസ് സയൻസ്, റോക്കറ്റ് സയൻസ് ഒക്കെ ഉന്നത നിലവാരത്തിലേക്ക് പോകുന്ന നല്ല സ്മാർട്ട് പെൺപിള്ളേരുണ്ട്. ഒറ്റക്കാര്യം കൂടി, വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ ഗ്യാസും പെട്രോളും ഡീസലിൻ്റെയൊക്കെ വില ബുദ്ധിമുട്ടിക്കൂ സ്ഥാനാർത്ഥി? ഇതൊക്കെ ബുദ്ധിമുട്ടിക്കും, സാധാരണ ബുദ്ധിമുട്ടിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്യാസിൻ്റെ വില ഏകദേശം 900 രൂപയായി. ഇതൊക്കെ ഞാൻ പറയാമല്ലോ, അരി മറ്റ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് ആദ്യം വേദനിക്കും, ഗ്യാസും വേദനിക്കും, പെട്രോളും വേദനിക്കും. വേദനിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ളതാണ്. നമ്മുടെ മക്കളുടെ എണ്ണം 143ആണ്. ഇവിടെ വികസനം വേണം, റോഡ് വേണം, റെയിൽവേ വേണം, എയർപോർട്ട് വേണം, സീപോർട്ട് വേണം, ഹെൽത്ത് വേണം, എഡ്യൂക്കേഷൻ വേണം, ഇതൊക്കെ വേണം. ഇതിന് പൈസ വേണ്ടേ? ഈ പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിക്കണ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വല്ലയിടത്തും പമ്പ് ചെയ്ത് വല്ല സ്വിസ് ബാങ്കിലോ മറ്റ് പോവുകയാണോ, ഇവിടെ തന്നെ റീസൈക്കിൾ ചെയ്യുകയാണോ എന്നുള്ളതാണ്. സ്വിസ് ബാങ്കിൽ നിന്ന് പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല. അത് വേറെ ഇഷ്യൂ, അതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട. മണ്ഡലത്തിലെ വികസനം, മോദിയുടെ ഗ്യാരണ്ടി ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി തന്നെയാണ് അബ്ദുൽ സലാം മണ്ഡലത്തിലെ വോട്ടർമാരെ സമീപിക്കുന്നത്. അതിലൊരു അടിയൊഴുക്കും ശ്രീ അബ്ദുൽ സലാം കാണുന്നു. 2-3 ദിവസത്തിനുള്ളിൽ. അത് മാത്രമല്ല അരുണ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും നിങ്ങളുണ്ടായിരുന്ന അറിയത്തില്ല, 2011-15 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന സമയം നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. അന്ന് എന്നും എന്താ പറയണത്, കോൺട്രവേഴ്സിയുടെ കാലമായിരുന്നു. അതിന്റെ സീക്രട്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്? കോൺട്രവേഴ്സിയുടെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പൊളിറ്റിക്സ് വന്നിട്ട് ഒരാൾക്ക് നീതി, ഒരാൾക്ക് അനീതി, അനീതി ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രത. നമ്മൾ പറഞ്ഞ ഇക്വാളിറ്റി, ചിലർക്ക് മാത്രം ഇക്വാളിറ്റി, മറ്റേ പാർട്ടിക്ക് ഇക്വാളിറ്റി ഇല്ല. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ജസ്റ്റിസ് ഇതില്ല. ഞാനത് മാറ്റിയിട്ട് പറഞ്ഞു, നോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു? ഇക്വാളിറ്റി, എല്ലാ സ്റ്റാഫും ഈക്വൽ, എല്ലാ കുട്ടികളും ഈക്വൽ, ജസ്റ്റിസ് എവരിബഡി. സമയത്ത് പരീക്ഷ നടത്തുക, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന ആരോട് അവിടെ നിൽക്കേ. എന്നിട്ട് എന്നെ ഇടതും വലതും സർവ്വ യൂണിയനും കൂടെ 4 കൊല്ലം ഇട്ട് 11 പ്രാവശ്യം എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. എന്നിട്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇപ്പം പറയുന്ന വലിയ സമൂഹം രഹസ്യമായെങ്കിലും പറയുന്നു, ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം ശരിയായിരുന്നു എന്ന് പറയുന്നു. അന്ന് കാര്യം മണ്ഡലത്തെ കുറിച്ച് പറയിപ്പിക്കും, മണ്ഡലത്തിലെ വോട്ടർമാരും ഒരിക്കൽ പറയും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് പലരും എന്നെ വിളിക്കുന്നുണ്ട്. സാറേ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ഞാൻ സാറിന് വോട്ട് ചെയ്യും. ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ സാറിന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ചെയ്ത അനീതി. വിളിക്കുന്നുണ്ടോ? ലീഗിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, 2 പേർ എന്നെ വിളിച്ചു, എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ലീഗിൽ നിന്നും വോട്ട് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ അബ്ദുൽ സലാം. നമുക്കൊപ്പം ചേർന്നതിൽ ഈ പ്രഭാതത്തിൽ NDA സ്ഥാനാർത്ഥിയാണ്. വിവാദമായ വിഷയങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചു.